നമ്മുടെ ഗാർഡനിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാമേ. അപ്പം ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കൂർക്കയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, പിന്നെ സവാള ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് കപ്പലണ്ടിയാണ്. നിലക്കടല കിളിർത്ത് വന്നതാണ്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ കിളിർത്ത് വരുന്നുണ്ട്. നമ്മുടെ ഉലുവയുടെ ഇല പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ചുള്ളത് കണ്ണാഞ്ചേമ്പ് നട്ടിട്ടുള്ളതാണ്. കണ്ണാഞ്ചേമ്പൊക്കെ കുറച്ചുണ്ട്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി കിളിർത്ത് വരുന്നുണ്ട്. അത് 1-2 ചെടിയായിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് കുറച്ച് പുതിനയാണ്. പുതിനയും നന്നായിട്ട് തന്നെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ചുവന്ന ചീരയാണ്. ചീരയെ ഒരു മൂടേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെയും കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഒരു മൂട് കൂർക്കയുണ്ട്, അതും നന്നായിട്ട് കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അല്ലാതെയും കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടിലേക്ക് എല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും എല്ലാം മുഴുവനും ഉരുളക്കിഴങ്ങ് തന്നെ ഇവിടെ നട്ടിട്ടുള്ളത്, എല്ലാം കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചിയും കൊണ്ട് അതൊരു 4-5 മൂടുണ്ട്, അതും നന്നായിട്ട് തന്നെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെയും കുറച്ച് നമ്മുടെ ചേമ്പ് നട്ടിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് ചെറുതായിട്ട് പലയിടത്തും നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കിളിർത്ത് വരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ പയറുവിത്തുകളാട്ടോ. ഞാൻ ഈ പയറുവിത്തുകളെല്ലാം നട്ടിട്ടുണ്ടായിരുന്നേ, അതെല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്. പിന്നീടുള്ള നമ്മുടെ തക്കാളി തൈകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തക്കാളി തൈയിലൊക്കെ തക്കാളിക്ക ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ തക്കാളി ചെടികളാണ് കേട്ടോ. കുഴപ്പമില്ലാതെ തന്നെ കിളിർത്ത് വരുന്നുണ്ട്. ചെറിയ ചെറിയ ഗാർഡൻ ആയാലും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മുടെ മുറ്റത്ത് തന്നെ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ മൊത്തം നമ്മുടെ ചേമ്പ് തന്നെ കേട്ടോ. ചേമ്പും മഞ്ഞളും നമ്മുടെ മധുരക്കിഴങ്ങും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് പടർന്ന് നിൽക്കുന്ന കേട്ടോ. ഇന്ന് 2-3 ദിവസം നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് വാടിയ പോലായി. പക്ഷേ ഇന്ന് മഴയുടെ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് തന്നെ കിളിർത്ത് വരുമെന്ന് വിചാരിക്കുന്നു. എന്നാലും കുഴപ്പമില്ല.